ദേശീയവും അന്തർദേശീയവുമായ പദവി ഉൾപ്പെടെ ജ്യോതിഷത്തിലും തന്ത്രശാസ്ത്രത്തിലും രത്നശാസ്ത്രത്തിലും പാണ്ഡിത്യം നേടിയതും 40 വർഷത്തോളമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ മേൽശാന്തി എന്ന പദവിയിൽ സേവനം ചെയ്തിട്ടുള്ളതുമായ ഡോക്ടർ കുടമാളൂർ ശർമ്മയാണ് മൈ ലൈഫിൻ്റെ ഇന്നത്തെ അതിഥിയായി എത്തിയിരിക്കുന്നത്. എറണാകുളത്ത് നിന്ന് സുധ എഴുതുന്നു. വിവാഹം കഴിഞ്ഞ് 6 വർഷമായി. ഭർത്താവിൻ്റെ വീട്ടിൽ അമ്മയും വിവാഹം കഴിയാത്ത ഒരു സഹോദരിയും വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു. ഭർത്താവ് ഇപ്പോൾ ഞാനുമായിട്ട് ഒട്ടും യോജിപ്പിലല്ല. എൻ്റെ നക്ഷത്രം മകീരം, ഭർത്താവ് ഭരണി. ഗൃഹനില ചേർക്കുന്നു. എന്തെങ്കിലും പ്രതിവിധിയുണ്ടോ? അതും ഭരണിയാണ്. ഇതും ഭരണിയും മകീരവുമാണ്. 3 വിരൽ സമമായി ചേർത്ത് രജുദോഷത്തെപ്പറ്റി പഠിക്കുമ്പോൾ അശ്വതി ഭരണി, കാർത്തിക രോഹിണി മകയിരം, മകയിരവും ഭരണിയും മധ്യമരജു എന്ന ദോഷമുണ്ട്. മധ്യമരജു ദോഷമുള്ള യുവതി യുവാക്കൾ വിവാഹം കഴിച്ചാൽ ആ കഴിച്ചു ചെല്ലുന്ന വീട്ടിൽ അവിവാഹിതയായ പെങ്ങളോ അല്ലെങ്കിൽ സഹോദരൻ്റെ ഭാര്യമാരോ അല്ലെങ്കിൽ അമ്മയോ മറ്റാരെങ്കിലും മുഖാന്തരം ഏതെങ്കിലും കൈപ്പേറിയ അനുഭവങ്ങൾ ആ ഗ്രഹത്തിലുണ്ടാകാം. 1. പക്ഷേ എല്ലാവർക്കും അങ്ങനെ തന്നെ വേണമെന്നൊന്നുമില്ല. 2. അയൽവാസി സ്ത്രീകൾ മുഖാന്തരമോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. 3. അമ്മാവിൻ്റെ മകളോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ കാര്യത്തെയോ ഏതെങ്കിലും ഇടപെട്ട് ഇവരുടെ ജീവിതത്തിൽ വാളംപുളി പിടിക്കുക. ഇതൊന്നുമല്ലാതെങ്കിലും അതത്ര മാത്രം. ഇനി അങ്ങനെയൊന്നും തന്നെ സംഭവിച്ചില്ലെങ്കിൽ ഉദ്യോഗ സ്ഥലത്ത് ഈ പറഞ്ഞ പോലെ ഒരു ആകർഷണം കിട്ടത്തക്ക നിലയിലുള്ള ഏതെങ്കിലും ഒരു സ്ത്രീ വന്ന് ജാഗ്രതയെടുക്കുകയും അവരുമായിട്ട് പ്രണയത്തിലാവുകയോ ചെയ്യാം. ഇതും പറ്റുന്നില്ലെങ്കിൽ സ്വന്തം വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും തൊട്ടതും എടുത്തതും എല്ലാം കുറ്റം ഉണ്ടാകുക. ഒരു രാവിലെ കാപ്പി കൊടുത്തു, ഇഡലിയോ ദോശയോ മസാലയോ കപ്പയോ എന്താണെന്ന് വെച്ചാൽ അവനും കഴിക്കുന്ന തോട്ടയോ ചപ്പാത്തി എന്തെങ്കിലും കൊടുക്കും. ഇതിങ്ങനെയാണോ ഇരിക്കുന്നത്? ഇതിൻ്റെ കറി എങ്ങനെയാണോ ഇരിക്കുന്നത്? അല്ല നീ വെച്ചാൽ ശരിയാകുക, നീയേ ശരിയല്ല, ഇങ്ങനെ അങ്ങ് തുടങ്ങുക. അപ്പോൾ അതിൻ്റെ ആ പ്രിപ്പറേഷൻ ചെയ്തതുള്ള മനസ്സങ്ങിടിഞ്ഞു. പിന്നെ ഉച്ചയ്ക്ക് വന്നു, അതും കുറ്റം. അല്ലെങ്കിൽ വൈകുന്നേരം വന്നു, പിന്നെ കാണിക്കുന്നു എടുക്കുന്നോ മുഴുവൻ കുറ്റം. ഇതും ഈ മധ്യമരജുവിൽപ്പെടും. ഇവിടെയും അതാണ് സംഭവം. അപ്പം കുറ്റമില്ലാത്ത മനുഷ്യരില്ല, കുറ്റം ചെയ്യാത്ത ആളുകളില്ല. പക്ഷേ അല്പസ്വല്പം കുറ്റങ്ങളൊക്കെ വിട്ടുവീഴ്ചകൾ ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമുക്ക് ബുദ്ധിശക്തി ദൈവം തന്നിരിക്കുന്നത്. നാൽപ്പുറത്വം അനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഈ മധ്യമരജു കഴിവതും എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം ഒരു വിഷയം വന്ന് നമ്മൾ അത് പരിഹരിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങനെ ഒരു കുറ്റകൃത്യങ്ങളോ വിഷയങ്ങളോ ദുഃഖങ്ങളോ ഉണ്ടാക്കി വെക്കാതിരിക്കുന്നതാണ് നല്ലത്. അതുകൊണ്ട് ഇവർ തന്നെ ഉമാമഹേശ്വരം എന്ന ക്രിയ 18 ദിവസം 2 പേരുടെയും പേരും നക്ഷത്രവും ചേർത്ത് നടത്തുകയും രുക്മിണി സ്വയംവരം പ്രാണപ്രതിഷ്ഠ ചെയ്ത് വെള്ളിനൂല് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ സമർപ്പിക്കുക. മുൻ സൂചിപ്പിച്ച പോലെ ജ്യോതിഷപരമായിട്ട് വിശ്വസിക്കുന്നവർക്ക് ഈ കാര്യങ്ങൾ ചെയ്യാം. ഇതര മതസ്ഥർക്കും ഇതര വിശ്വാസികൾക്കും അതാത് ദിവസങ്ങളനുസരിച്ചുള്ള രത്നങ്ങളോ കാര്യങ്ങളോ ചെയ്ത് ധരിച്ച് ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാം. ഇല്ലെങ്കിൽ ദൃഢപ്രതിജ്ഞ ചെയ്ത് മുന്നോട്ട് പോകാം. ദൃഢപ്രതിജ്ഞ കുറച്ച് കഴിയുമ്പോൾ ഒക്കെ തെറ്റും. പിന്നെയും ഈ ഗ്രഹങ്ങളുടെ സമീപനം തന്നെ നമുക്കുണ്ടാവും. അതുകൊണ്ട് രുക്മിണി സ്വയംവരം പ്രാണപ്രതിഷ്ഠ ചെയ്ത് വെള്ളിനൂല് ശ്രീകൃഷ്ണൻ സമർപ്പിക്കുകയും രുക്മിണി സ്വയംവരം എന്ന് പറയുന്ന ക്രിയ 18 ദിവസം താന്ത്രിക ക്രിയ ചെയ്ത് 2 പേരും ചന്ദ്രകാന്തരത്നം ധരിക്കുക. ചന്ദ്രകാന്തം എന്ന് പറയുമ്പോൾ മൂൺ സ്റ്റോൺ എന്ന് ഇംഗ്ലീഷിൽ പറയും. അതായത് പരസ്പരം ഹൃദയം കൊണ്ടുള്ള ഐകമത്യം, ആകർഷണം, വശ്യത, മാഹേന്ദ്രപുരുത്തം എന്നിവ കുറവുള്ളവർക്ക് ഈ ചന്ദ്രകാന്തരത്നം ആകർഷണം ഉണ്ടാക്കും. കവികളൊക്കെ പാടിയിട്ടില്ല ചന്ദ്രകാന്തത്തിനെ പറ്റി പറയുന്നത്. അത് വളരെ വിശിഷ്ടമായ ഒരു രത്നമാണ്. ഏറ്റവും പ്യൂരിഫൈഡ് ചെയ്ത് 4 ക്യാരറ്റ് ചന്ദ്രകാന്തരത്നം സ്വർണ്ണത്തിലോ വെള്ളിയിലോ കെട്ടി മോതിരവിരലിൽ തിങ്കളാഴ്ച ദിവസം രാഹുകാലം ഒഴിവാക്കി ഈ ധരിക്കുകയും ഈ പറഞ്ഞ താന്ത്രിക ക്രിയ ചെയ്യുകയും ചെയ്യുക. കുറച്ചൊക്കെ വിട്ടുവീഴ്ചകളും ചെയ്താൽ ഇവർ തമ്മിലുള്ള ഈ പ്രശ്നം മാറിക്കിട്ടുന്നതാണ്.